الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം സർവശക്തനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശരിയാം വണ്ണം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹാഭാഗ്യമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുകൊണ്ട് അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയും അത് ലംഘിച്ചാലുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെയുമെല്ലാം സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. കുടുംബജീവിതത്തിലേക്കുള്ള എൻട്രൻസ്, പ്രവേശന കവാടം, അതല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ, അടിത്തറ എന്നൊക്കെ പറയുന്നത് വിവാഹ ജീവിതമാണ്, വിവാഹമാണ്. ഇസ്ലാം പ്രകൃതി മതമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ, തൊട്ടിൽ മുതൽ ചുടല വരെയുള്ള കാര്യങ്ങൾ, എ മുതൽ സെഡ് വരെയുള്ള കാര്യങ്ങൾ സവിസ്തരം ആ ഇസ്ലാമിൽ പ്രതിപാദിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യൻ്റെ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും സവിസ്തരം പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മുൻ പരിചയം പോലുമില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ ഒരിക്കലും ഉലയാത്ത, തകരാത്ത ആത്മബന്ധം സ്ഥാപിക്കുവാനും ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും സമാധാന ജീവിതം നയിക്കുവാനും വേണ്ടിയാണ് ഒരു മനുഷ്യൻ
വിവാഹിതരായിത്തീരുന്നത് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇങ്ങനെ ഇണയും തുണയുമായി മനോഹരമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ അവർ ആ എൻട്രൻസിലൂടെ, വിവാഹത്തിലൂടെ അവർ മുന്നോട്ട് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയും ആശീർവാദവും ആ വൈവാഹിക ജീവിതമെന്ന ആ ബന്ധത്തിന് ഉണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആശീർവാദവും മാതാപിതാക്കളുടെയും കൂട്ടുകുടുംബങ്ങളുടെയുമെല്ലാം അംഗീകാരവും ഒത്താശയും സന്തോഷവുമെല്ലാം ആ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉണ്ടായിത്തീരുന്നതാണ്. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 21-ാം വചനത്തിലൂടെ പറയുന്നത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആ ആയത്തുകൾക്ക് മുമ്പും പിമ്പുമായി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. വാനത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ആഴിയിലൂടെ ഊളിയിട്ട് സഞ്ചരിക്കുന്ന കപ്പലുകൾ പടച്ചവൻ്റെ ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് ഒരു വലിയ ദൃഷ്ടാന്തമായി റബ്ബ് പരിചയപ്പെടുത്തുന്നത്. പരസ്പരം അറിയാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന, സ്നേഹിക്കുവാൻ കഴിയുന്ന, സന്തോഷ സന്താപങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് പ്രതികരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള രണ്ടാളുകളെ ഇണ തുണയായി അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് അവനെ കണ്ടെത്തുവാനുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറയുന്നത്, യാ മഅ്ശറ ശബാബ് മനിസ്തത്വഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, ഏ യുവസമൂഹമേ, നിങ്ങളിൽ സാധ്യമാകുന്ന ആളുകളൊക്കെയും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഫഇന്നഹു അഗള്ളുൽ ലിൽ ബസർ വഅഹ്സന ലിൽ ഫർജ്, അത് അവൻ്റെ നേത്രങ്ങളെ സൂക്ഷിക്കുവാനും അവൻ്റെ ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനും ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കേണ്ടതാണ് എന്ന് പ്രവാചകൻ പറയുന്നു. ഈ പ്രവാചക വചനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് ആധുനിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്നത് ലൈംഗിക അരാജകത്വമാണ്. ബന്ധവ്യത്യാസങ്ങൾ പോലുമില്ലാതെ എവിടെയും ആർക്കും എങ്ങനെയും പരസ്പരം ബന്ധപ്പെടാം എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു അരാജകത്വമാണ് ആ രംഗത്ത് നടക്കുന്നത് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടുന്ന ആവശ്യമില്ല. അതിൻ്റെ ദുരന്ത ഫലം വളരെ വലിയതാണ്. ബോംബെയിൽ ഈ ഇടയ്ക്ക് ഒരു പ്രകടനം നടന്നപ്പോൾ ആ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞത്, ഞങ്ങളുടെ അമ്മമാരെ രക്ഷിക്കൂ എന്നതാണ്. അതായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്മാരാരാണ് എന്നറിയില്ല, ഞങ്ങളുടെ അമ്മമാരെ രക്ഷിക്കൂ. അവരെ രക്ഷിക്കുവാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ ഭരണകൂടങ്ങൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന രൂപത്തിൽ പ്രകടനം നടത്താൻ പോലും രാജ്യത്ത് ആളുകളുണ്ടായിത്തീരുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമുണ്ട്, ഫാദർലെസ് അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. തന്തയില്ലാത്ത അമേരിക്ക എന്ന്. അഥവാ ഒരുപാട് ജാരസന്തതികളാണ് അമേരിക്കയെപ്പോലുള്ള പാശ്ചാത്യൻ നാടുകളിൽ ഭരണകൂടങ്ങൾക്ക് രാജ്യത്തിന് ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ലോകത്തുടനീളമുള്ളത്. നമ്മുടെ നാട്ടിൽ പോലും
ലൈംഗിക തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗം, പ്രത്യേകമായ ഒരു സംഘടന രൂപപ്പെട്ടു വരുന്നതും നമുക്ക് കാണാവുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും പെൻഷനുകളും എല്ലാം ലഭിക്കണം എന്ന് അവകാശപ്പെടുന്ന വിധത്തിലുള്ള ലൈംഗിക തൊഴിലാളികളുടെ സംഘടനകളെയും നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇസ്ലാം ഈ കാഴ്ചപ്പാടിനെ എല്ലാം നഖശിഖാന്തം എതിർക്കുന്നു എന്ന് മാത്രമല്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്, മനുഷ്യ സമുദായത്തിന് ഏറെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. അതിന് പരിഹാരമായി കൊണ്ട് ഇസ്ലാം മുന്നിൽ വെക്കുന്നത് പവിത്രമായ പരിശുദ്ധമായ രൂപത്തിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അതാണ് സമൂഹത്തിനും കുടുംബത്തിനും ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയുണ്ടാക്കി തീർക്കുക എന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, ദമ്പതികൾ, അവൻ പുരുഷനും സ്ത്രീയുമാണ്, വ്യത്യസ്ത ലിംഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. അവർ ആ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ലയിച്ചു ചേരുകയാണ്. ആ രണ്ടാളുകൾ, രണ്ട് കുടുംബത്തിൽ നിന്നുള്ളവർ, രണ്ട് വ്യത്യസ്ത ജീവിത രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ആളുകൾ, രണ്ട് സ്വഭാവശീലങ്ങളുള്ള ആളുകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവർ ലയിച്ചു ചേരുകയാണ്, രണ്ടും ഒന്നായി തീരുകയാണ്. മുമ്പൊരു ഖുത്ബയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു രചനയിൽ അദ്ദേഹം ഒന്നും എത്രയാണ് എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞ ഉത്തരം വലിയ 1 എന്നായിരുന്നു. അതുപോലെ ഒന്നും രണ്ട് കുടുംബത്തിലെ ഒരു സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ അവിടെ വലിയ 1 ഉണ്ടായിത്തീരുന്നത്, 2 വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. 2 ഭാഗങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന 2 നദികൾ അത് ഒന്നായി ചേരുമ്പോൾ വലിയ ഒരു നദിയായി തീരുന്നത് പോലെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളൊക്കെയും അങ്ങനെ ഒന്നായി തീരുകയാണ്, ലയിച്ചു ചേരുന്ന അവസ്ഥയാണ്. നിക്കാഹ് എന്നാണല്ലോ വിവാഹത്തിന് നമ്മൾ പറയാറുള്ളത്. അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, തനാക്കഹത്തുൽ അസ്ചാർ എന്നാണ്. മരങ്ങൾ പരസ്പരം കൂടി പിണർന്നു നിൽക്കുന്ന, നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പല മരങ്ങളുടെയും ചില്ലകളും കൊമ്പുകളുമെല്ലാം കെട്ടിപ്പിണഞ്ഞുകൊണ്ട് പല വള്ളികളും ചില്ലകളും ഒന്നായി നിൽക്കുന്നത് കാണാം. നോക്കിയാൽ ഏതു മരത്തിൻ്റെ ചില്ലയാണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല. ഈ രൂപത്തിലാണ് വിവാഹമെന്ന്. വ്യത്യസ്തമായ രൂപത്തിലുള്ള ആളുകൾ ഒന്നായി തീരുമ്പോൾ അവർ അവരുടെ ജീവിതമെന്ന ആ നൗകയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ ഒന്നായി തീരുകയാണ് നിക്കാഹിലൂടെ, ഈ തനാക്കഹത്തുൽ അസ്ചാർ എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ 2 ലോഹങ്ങളെ ഉരുക്കി ഒന്നാക്കിയാൽ ആ വ്യത്യസ്തമായ ലോഹങ്ങൾ ഏതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വധുവും വരനും ഒന്നായി തീരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു റൂമിൽ 2 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചുകൊണ്ട് ആ മെഴുകുതിരിയുടെ വട്ടം നമ്മുടെ റൂമിൽ മുഴുവനും വ്യാപിക്കുകയാണ്. ഈ വ്യാപിച്ചതിൽ നിന്ന് ആ മെഴുകുതിരിയുടെ വട്ടം ഏതാണ്, ഈ മെഴുകുതിരിയുടെ വട്ടം ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ 2 മെഴുകുതിരികളായി ഒന്നിച്ച് പ്രകാശം പരത്തി ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുന്ന 2 വ്യക്തിത്വങ്ങളെയായിക്കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക്, അഥവാ നമുക്ക് ഓരോരുത്തർക്കും, ഈ പറയുന്നത് ഏതെങ്കിലും മാലാഖമാരുടെ കഥകളല്ല, ഈ പറയുന്നത് ജിന്നുവർഗത്തിന്റെ കഥകളല്ല, ഈ പറയുന്നത് ഭൂലോകത്ത് അള്ളാഹു ആദരിച്ച മനുഷ്യർ എന്ന് പറയുന്ന നമ്മുടെ കഥകളാണ്. വിശ്വാസികൾ എന്ന നമ്മുടെ കഥകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ലയിച്ചു ചേർന്നവരായിരിക്കണം. ആ 2 ശരീരങ്ങളാണ് എങ്കിലും ഒരു മനസ്സുപോലെ മുന്നോട്ടു പോകുന്ന ആളുകളായിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകൾ പറയുവാനുണ്ടാകും.
പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകൾ അവർക്ക് പറയുവാനുണ്ടാകും. പങ്കുവെച്ചു തീരാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കുവാനുണ്ടാകും. കണ്ടിട്ടും കേട്ടിട്ടും ഒന്നിച്ചിരുന്നിട്ടും സംസാരിച്ചിട്ടും മതിവരാത്ത അവസ്ഥകൾ അവർക്കുണ്ടാകും. തമ്മിൽ കാണാതെയാകുമ്പോ മനസ്സ് നീറുന്ന, ഹൃദയം പിടയുന്ന അവസ്ഥ അവർക്കുണ്ടാകും. ആർക്ക്? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും. ഒരു സ്ത്രീക്കും അവളുടെ ഭർത്താവിനും ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. അപ്പോഴാണ് വിവാഹമായി തീർന്നത്. നമ്മളൊക്കെ കഴിച്ചത്, നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു വൈവാഹിക ജീവിതമാണോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് സംസാരിച്ച് കൊതി തീരാത്ത അവസ്ഥ അവർക്കുണ്ടോ? പരസ്പരം നോക്കി നിൽക്കുന്ന, പരസ്പരം കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടോ? കാണാതിരുന്നാൽ, അവർ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ എന്തേ തിരിച്ചു വരാത്തത് എന്ന ഒരു രൂപത്തിലുള്ള ആശങ്ക അവർക്കുണ്ടോ? പരസ്പരം ആ രൂപത്തിലുള്ള ചിന്തയുണ്ടോ? ഒരുപക്ഷെ പഴയ കാലത്തൊക്കെയുള്ള നമ്മുടെ വലിയുമ്മമാരിൽ ഒരുപക്ഷെ കണ്ടേക്കാം. വാപ്പ വന്നിട്ടില്ല എങ്കിൽ, ഉപ്പ എത്തിയിട്ടില്ല എങ്കിൽ ആ ഉമ്മറപ്പടിയിൽ പൂമുഖത്തിരുന്ന് കൊണ്ട് വഴിയിലേക്ക് നോക്കി നിൽക്കും. ഭക്ഷണം കഴിക്കുകയില്ല. ഉപ്പ വരാൻ കാത്തു നിൽക്കും. ആ ഉപ്പ വന്ന് കഴിച്ചതിന് ശേഷമോ ഒപ്പമോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഒക്കെയായിരുന്നു അവർ കഴിച്ചിരുന്നത്. അവർ തമ്മിലുള്ള മാനസിക ബന്ധമായിരുന്നു അത്. ഇങ്ങനെയുള്ള അകലുമ്പോൾ നമുക്ക് മനസ്സ് വേദനിക്കുന്ന, പിടയുന്ന ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെയുണ്ടാവണം ദമ്പതികളായി, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ. അങ്ങനെ ആയുഷ്കാലം മുഴുവനും, ഒരു ദിവസത്തേക്കല്ല വിവാഹമെന്നത്, ഒരാഴ്ചത്തേക്കല്ല വിവാഹമെന്നത്, നൈമിഷികമായ വികാരങ്ങളുടെ പൂർത്തീകരണവുമല്ല വികാരമെന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവനും ഒരു വസ്ത്രങ്ങളായി പരസ്പരം സൗന്ദര്യം വർദ്ധിപ്പിച്ച്, നഗ്നത മറച്ച്, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ജീവിതം ഭാസുരമാക്കാൻ നമുക്ക് കഴിയണം. ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. പരസ്പരം വസ്ത്രങ്ങളായി. വസ്ത്രം എന്തിനാണ്? സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നഗ്നത മറക്കുവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം നഗ്നത, പോരായ്മകൾ മനുഷ്യ സഹജമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചോ ഭർത്താവിൻ്റെ ഭാര്യയെക്കുറിച്ചോ അയാളിലുള്ള പോരായ്മകൾ പോലും മറ്റുള്ളവരുമായി, ഇങ്ങനൊരാളെയാണല്ലോ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നാണല്ലോ എൻ്റെ തലയിൽ കുടുങ്ങിയത് എന്ന് മറ്റുള്ളവരോട് പങ്കുവെക്കാതെ, പോരായ്മകളും ന്യൂനതകളുമുണ്ട് എങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് മറച്ചു പിടിച്ചുകൊണ്ട് വസ്ത്രമായി, മറക്കുന്ന വസ്ത്രമായി ഭാര്യയും ഭർത്താവും മാറിക്കൊണ്ട്, അതുപോലെ തന്നെ സൽഗുണ സമ്പന്നത ഉണ്ടാകുന്ന വിധത്തിൽ അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വാതോരാതെ സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ മാനസികമായിട്ടുള്ള വിശാലത കൈവരിച്ചവരാകണം ഈ രൂപത്തിലുള്ള ദമ്പതികൾ എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആനിന്റെ വചനം ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, 2-ാം അധ്യായം 187-ാം വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ അവർക്കുള്ള വസ്ത്രവും അവർ നിങ്ങൾക്കുള്ള വസ്ത്രവുമാണ്. ഞാനിത് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും, നിങ്ങളെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ രൂപത്തിൽ ജീവിക്കുവാനും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വൈവാഹിക ജീവിതത്തെ കാണുവാനും സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ആ ജീവിത നൗക മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ജരാനരകൾ ബാധിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ക്ഷയിച്ചു പോയാലും, നാം ഊർജമുള്ള, രക്തത്തിളപ്പുള്ള, യുവത്വമുള്ള സമയത്താണ് നമ്മൾ വിവാഹം കഴിച്ചത്. വയസ്സുകൾ, വർഷങ്ങൾ പിന്നീട് കൊഴിഞ്ഞു വീഴുകയാണ്. 10, 40, 50, 60 കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഊർജ്ജസ്വലതയും യുവത്വവും നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിന് വഴിമാറി ജരാനരകൾ നമുക്ക് ബാധിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ജരാനരകൾ നമ്മുടെ ജീവിതത്തെ തളർത്തിയായും, നമ്മുടെ കാഴ്ചയുടെ കൂർമ്മത കുറഞ്ഞാലും, അന്ന് നമുക്ക് കണ്ണട വേണ്ട, ലെൻസുകളൊന്നും വേണ്ട, ആ രൂപത്തിൽ നമ്മൾ നമ്മൾ ലെൻസ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൂർമ്മത കുറഞ്ഞാലും, കേൾവി ശക്തി കുറഞ്ഞാലും, അതുപോലെ തന്നെ എന്നും ആ രൂപത്തിലുള്ള അവശതകൾ നമുക്കുള്ളവരായിരുന്നാലും,
ഈ ദാമ്പത്യ ജീവിതത്തിൽ അവർ തുടക്കം കുറിച്ച ആ എൻട്രൻസ്, വിവാഹത്തിന്റെ തുടക്കം, അന്ന് അവർ പുതുമണവാളനും പുതുമണവാട്ടിയുമായതുപോലെ ആ പ്രായത്തിന്റെ അങ്ങേ തലക്കലും ഈ പുതുമണവാളനും പുതുമണവാട്ടിയുമായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നാം എത്ര പ്രായങ്ങൾ പിന്നിട്ടവരായിരുന്നാലും, എത്ര കാലം കഴിഞ്ഞു പോയവരായിരുന്നാലും, എന്തെന്ത് അവശതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും ഇന്നലെ കഴിഞ്ഞ വിവാഹം പോലെ ആ രൂപത്തിൽ പരസ്പരം പങ്കുവെച്ച് ജീവിക്കുവാൻ കഴിയണം. അവർ അകലുവാൻ പാടില്ല, അവരെ അകറ്റുവാനും പാടില്ല. സ്വയം തന്നെ അവർ പരസ്പരം കാണാത്ത വിധത്തിൽ മകന്റെ വീട്ടിലോ മകളുടെ വീട്ടിലോ അവിടെയും ഇവിടെയുമായി മാതാവും പിതാവും പരസ്പരം അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത്, ഉണ്ടാക്കുകയുമരുത്. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ അല്പദിവസങ്ങളൊക്കെ അങ്ങനെ ആവേണ്ടി വരും. എന്നാൽ ശാശ്വതമാകുന്ന അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അവർ പരസ്പരം അറിയേണ്ടതാണ്. ഒരു ഭാര്യ വീട്ടിലില്ലാതാകുമ്പോഴാണ് ഒരു ഭർത്താവ്, പ്രായം ചെന്ന മനുഷ്യൻ എന്തെല്ലാം ഉപകാരങ്ങളായിരുന്നു, കാര്യങ്ങളായിരുന്നു അവർ നമുക്ക് ചെയ്തു തന്നിരുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഭാര്യ മരണപ്പെട്ടു എന്ന് കരുതുക. ആ സമയത്താണ് കഴിഞ്ഞു, കബറടക്കം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. കിടക്കാൻ കഴിയുമ്പോ ആ കിടക്കാൻ നോക്കുമ്പോൾ നമുക്കന്ന് പോയി കിടന്നാ മതിയായിരുന്നു. പക്ഷേ അതിനു മുമ്പേ നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ അവർ തട്ടി മിനുക്കി ശരിയാക്കി വെച്ചിരുന്നു, തലയിണൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ഒരു പക്ഷേ രാത്രിയിൽ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അവിടെ ഡൈനിങ് ടേബിളിൽ അത് വന്ന് വെച്ചിട്ടുണ്ടാകും. നാം സാധാരണ കഴിക്കുന്ന മരുന്നുകൾ അവർ നമുക്ക് എടുത്തു തരികയോ അത് ആ രൂപത്തിൽ അത് ഉപയോഗിക്കുവാൻ പറ്റുന്ന രൂപത്തിലോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ആ ഭാര്യ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഭർത്താവ് മനസ്സിലാക്കുന്നത്, പടച്ചവനെ എത്രമാത്രം സേവനങ്ങളാണ് അവർ എനിക്ക് ചെയ്തു തന്നിരുന്നത് എന്ന്. ഒരു ഓട്ടോറിക്ഷയുടെ മുമ്പിൽ ഒരു 2 പേരുകൾ അത് കണ്ടപ്പോ ആളുകൾക്ക് തോന്നി അത് കുട്ടികളുടെ പേരുകളായിരിക്കുമെന്ന്. ആ കുട്ടികളുടെ പേരുകൾ അവർ വായിച്ചു. പുറകിലൊരു സ്ത്രീയുടെ പേര് കണ്ടപ്പോ യാത്രക്കാരൻ ചോദിച്ചു അത്രേ, ആ പേരാരുടേതാണ്? അതെന്റെ ഭാര്യയുടെ പേരാണെന്ന് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു. അതൊരു പുതുമയുള്ള കാര്യമാണല്ലോ, ഭാര്യന്റെ പേരാണല്ലോ നീ എഴുതി വെച്ചത്, അതെന്താ ഒരു കൗതുകം തോന്നുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ രാവിലെ ഓട്ടോറിക്ഷ, എൻ്റെ ജോലി അതാണ്, അതിനുവേണ്ടി പുറപ്പെടുന്ന സമയത്ത് എനിക്ക് ഡ്രസ്സ് തേച്ച് തന്ന് അത് ധരിപ്പിച്ച് എന്നെ യാത്രയച്ചത്. ഞാൻ ഉച്ചക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തു നിൽക്കുന്നത്, അതുപോലെ എൻ്റെ വസ്ത്രം മലക്കി തരുന്നത്, ഞങ്ങൾക്കുണ്ടായ കുട്ടികളെ വളരെ നല്ല രൂപത്തിൽ നോക്കുന്നത്, അവരുടെ പാഠശാലകളിൽ അയക്കുന്നത്, ഇങ്ങനെ എല്ലാമുള്ള സേവനങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷയിൽ കാണുന്ന രൂപത്തിൽ എഴുതി വെക്കേണ്ടത് ഞാൻ ആ പേര് തന്നെയല്ലേ, വേറെ ഏത് പേരാണ് എനിക്ക് ഞാൻ എഴുതേണ്ടത് എന്ന് അയാൾ തിരിച്ചു ചോദിച്ചു എന്നാണ്. വളരെ അർത്ഥമുള്ള ഒരു കാര്യമല്ലേ അത്? അതുപോലെ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവും ആ രൂപത്തിൽ തന്നെയാണ്. ജീവിതത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനും നിർവഹിച്ചു കൊടുക്കുന്നത് അവരാണ്. ആണുങ്ങൾ എന്ന നിലക്കുള്ള അല്പം ഗൗരവവും അതുപോലെ വാക്കിലുള്ള കാഠിന്യവും ഒക്കെ ചിലപ്പോഴൊക്കെ പ്രകടിപ്പിച്ചു പോകാറുണ്ടെങ്കിലും അവരുടെ ഉള്ളു നിറയെ അവരോടുള്ള സ്നേഹമാണ്. അത് അവർ ചിലപ്പോഴൊക്കെ പ്രകടിപ്പിച്ചില്ല എന്ന് വന്നില്ലെങ്കിലും അവരാണ് അവരുടെ ജീവിതത്തിന്റെ അത്താണി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തെ ആ ജരാനരകൾ പോലും ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് സുരക്ഷിതമാക്കി ജീവിതാന്ത്യം വരെ ഒന്നിച്ചു പോകുവാൻ അവർക്ക് ഭാര്യാഭർത്താക്കന്മാരായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കരിയിലയും മണ്ണാങ്കട്ടയും പോലെ. ഒരു കഥ പറയാറുണ്ട്, കരിയിലയും മണ്ണാങ്കട്ടയും ഒരു യാത്ര പോവുകയാണ്. കുറെ ദൂരം പിന്നിട്ടപ്പോ മഴ പെയ്യാൻ തുടങ്ങി. മണ്ണാങ്കട്ടക്ക് ഭയമായി. കാരണം മഴ പെയ്ത് ആ മണ്ണിന്റെ മുകളിലായാൽ അത് കുതിർന്നു പോകുമല്ലോ, ഉടഞ്ഞു പോകുമല്ലോ. അപ്പൊ കരിയില പറഞ്ഞു, പേടിക്കണ്ട, കരിയില ഞാൻ തന്നെ സംരക്ഷിച്ചു കൊള്ളാം. കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു. മഴ വന്നു, മഴ തോർന്നു, മണ്ണാങ്കട്ടക്കൊന്നും പറ്റിയില്ല. അവർ യാത്ര തുടർന്നു. കുറെ മുന്നോട്ട് പോയപ്പോ
കാറ്റും കോളും വരുന്നുണ്ട്. കരിയിലക്ക് ഭയമായി, ഈ കാറ്റിങ്ങനെ അടിച്ചു വീശിയാൽ ഞാൻ പറന്നു പോകുമല്ലോ. മണ്ണാങ്കട്ട പറഞ്ഞു, നീ ഭയക്കണ്ട, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആ കരിയിടയുടെ മുകളിൽ മണ്ണാങ്കട്ട കയറി നിന്നു എന്നാണ്. കാറ്റ് ശമിച്ചു, അവർ രണ്ടുപേരും സുരക്ഷിതരായി. അങ്ങനെ കരിയിലയും മണ്ണാങ്കട്ടയും പോലെ, നമ്മൾ സാധാരണ പറയാറുള്ള ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളെപ്പോലെ, ഒരു വാഹനത്തിൻ്റെ ഇരുചക്രങ്ങളെപ്പോലെ മുന്നോട്ട് പോകുവാൻ വൈവാഹിക ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പരിശുദ്ധമായ രൂപത്തിൽ നമുക്ക് നിർണയിച്ചു തന്ന, നിർവചിച്ചു തന്ന ഈ വൈവാഹിക ജീവിതം നയിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചെറിയ ആളുകൾ ഒഴിച്ച് ബാക്കി ആളുകളെല്ലാം അത് തന്നെ ആ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ നിങ്ങൾ നോക്കൂ. വെറും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടിയിട്ടല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ പോസ് ചെയ്യാൻ പറയുന്ന സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് കൊടുത്തുകൊണ്ടല്ല, മാന്യന്മാരായ ആളുകളെ ക്ഷണിച്ചിട്ട് അവർക്കൊന്ന് മുഖം കൊടുക്കാനും ഷെയ്ക്കാനും ചെയ്യാൻ പോലും അവസരമില്ലാതെ ആ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റേജിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ടല്ല ആ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറിച്ച് 2-3 പ്രാർത്ഥനകളിലൂടെയാണ്. അതിന്റെ പരിശുദ്ധിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന, ആ സദസ്സിൽ പങ്കെടുത്ത ആളുകളൊക്കെയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥന, അമൂല്യമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയോടുകൂടിയാണ് ആ വൈവാഹിക ജീവിതം തുടങ്ങുന്നത്. ആളുകൾ ആശീർവദിക്കുകയാണ്, നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ, നല്ല രൂപത്തിൽ അള്ളാഹു നിങ്ങളെ കൂട്ടിച്ചേർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. രണ്ടാമത്, ഇതുവരെ എനിക്ക് ഹറാമായിരുന്ന തൻ്റെ ഭാര്യയെ തൻ്റെ മുമ്പിൽ കാണുമ്പോൾ കിട്ടുമ്പോ അവളുടെ നെറ്റിത്തടത്തിൽ തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈ വഅഊദു ബിക മിൻ ശരിഹാ വമിൻ ശർരി മാ ജബൽതഹാ അലൈ. പടച്ചവനെ, എൻ്റെ ഈ ഇണ നിന്റെ വിധിയാണ്, ഞങ്ങൾ ഒന്നായിട്ടുണ്ട്. ഇവൾക്ക് വല്ല ദോഷവും ഉണ്ടെങ്കിൽ റബ്ബേ, ആ ദോഷങ്ങളൊക്കെ നീ പരിഹരിക്കണേ റബ്ബേ. പടച്ചവനെ, ഇവൾക്ക് എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലെല്ലാം ഞങ്ങളെ പങ്കാളിയാക്കി നീ ഒന്നിപ്പിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന ഭർത്താവ് നെറ്റിത്തടത്തിൽ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവസാനം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാനി മാ റസഖ്തനാ. ഇങ്ങനൊന്നുള്ള ഈ രൂപത്തിലുള്ള വിവാഹ ജീവിതത്തിലേക്കുള്ള പ്രവേശനം, ഈ എൻട്രൻസ് പോലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അതിൻ്റെ ആഘോഷ രീതികൾ പോലും മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വൈവാഹിക ജീവിതം എന്നുള്ളത് പരിശുദ്ധമാണ്, പവിത്രമാണ്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നിച്ച് യുവത്വ മനസ്സോടുകൂടി തന്നെ കഴിഞ്ഞുകൂടേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ സന്തോഷത്തോടുകൂടി പരസ്പരം ലയിച്ചു ചേർന്നുകൊണ്ട്, ഒന്നിച്ചു ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചവനെ, സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി പരസ്പരം ആത്മീയമായി മാനസികമായി ലജിച്ച ഒരു വൈവാഹിക ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണമേ നാഥ. അൽഹംദുലില്ലാഹ് വശുക്റൻ ബിനിഅ്മതിഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. SIRൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്യൂമറേറ്റർമാർ ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി നമ്മുടെയൊക്കെ വീടുകളിൽ അവർ വരും. നമ്മൾ അതിന് മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. നമ്മൾ 2002 വോട്ടർ പട്ടികയിലുണ്ടോ, 2025 വോട്ടർ പട്ടികയിൽ നമ്മുടെ ബൂത്ത് നമ്പർ, സീരിയൽ നമ്പർ, ഇതൊക്കെ ഏതാണ്, നിയോജക മണ്ഡലം ഏതാണ് എന്നതൊക്കെ നമ്മൾ സ്വരൂപിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് കെട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ
അവരുടെ ഈ പറഞ്ഞ ബൂത്ത് നമ്പർ, സീരിയൽ നമ്പർ, നിയോജക മണ്ഡലം, മാതാപിതാക്കളുടെ പേര്, അതൊക്കെ അവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് അവരുടെ എന്യൂമറേറ്റർമാർ മുഖേന അവർ ശേഖരിച്ച്, അല്ലെങ്കിൽ ഓൺലൈനായ മനസ്സിലാക്കാനുള്ള കണ്ടുപിടിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് അവിടെ നിന്ന് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കണം. നമ്മുടെ മക്കളെ വേറെ എവിടേക്കെങ്കിലും കെട്ടിച്ചയച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ട രേഖകൾ നമ്മൾ അവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാകണം. അതിനൊന്നും ഒരു പണിയുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്താൽ അത് വരുന്ന സമയത്ത് അവർക്കത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള താമസം മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറിയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവിടെയുള്ള എന്യൂമറേറ്റർമാരെയും അതുപോലെ ആദ്യം താമസിച്ച സ്ഥലത്തുള്ള എന്യൂമറേറ്റർമാരെയും എല്ലാം കണ്ടുകൊണ്ട് അതിനു വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. ഗൾഫ് നാടുകളിലും വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് അവർക്ക് ഓൺലൈനായി ചേർക്കാവുന്നതാണ്. എങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അങ്ങനെ ചേർക്കാമെന്നാണ്. പക്ഷേ എന്യൂമറേറ്റർ BLOമാരോട് ചോദിക്കുന്ന സമയത്ത് അത്തരത്തിൽ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ എങ്ങനെയാണ് എന്നതിൻ്റെ വിശദീകരണം അവർക്ക് നൽകപ്പെട്ടുള്ള ക്ലാസ്സുകളിൽ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ്. അതൊക്കെ ഭാവിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് പിന്നീട് ഒരു പക്ഷേ സമരങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ വരുന്ന സമയത്തായിരിക്കും അതിൻ്റെ വേറെ രൂപം വരിക. ഏതായിരുന്നാലും നമ്മുടെ ഗൾഫിലുള്ള വിദേശത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകളുടെ വോട്ടുകൾ നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന അവർ 2025 വോട്ടർ പട്ടികയിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ്, പൂരിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ബന്ധു എന്ന നിലയിൽ നമുക്ക് തന്നെ ഒപ്പിട്ടാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബോധപൂർവം ഓർമ്മയുള്ളവരാകണം നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളാണ് ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതായിട്ടുള്ളത്. ഇന്നലെ നടന്ന വോട്ടർ പട്ടികയിൽ തന്നെ 10,000-കണക്കിന് ആളുകൾ ബൂത്തുകളിൽ പോയിട്ട് അവർക്ക് വോട്ടില്ലാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. എങ്ങനെ വോട്ടില്ലാതായത്? അവർക്ക് പിന്നീട് അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് അവർ ഹിയറിങ് നടക്കുമ്പോൾ അവർ രേഖകൾ ഹാജരാക്കിയപ്പോൾ അവരോട് പറഞ്ഞു, ശരി ഇനി അടുത്ത വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് വോട്ടർ പട്ടിക ഇറങ്ങും, അതിൻ്റെ ഫൈനൽ വോട്ടർ പട്ടിക ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഹിയറിങ്ങിൻ്റെ സമയത്ത് അവർ രേഖ കൊടുത്തിട്ടത്. പക്ഷേ വോട്ടർ പട്ടിക ഫൈനൽ ഇറങ്ങിയപ്പോൾ അവരുടെ പേരില്ല. 10,000-കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം ഓരോ ബൂത്തിലും നിരവധി ആളുകൾ വോട്ടില്ലാതെയായി എന്ന് പത്രങ്ങളും ചാനലുകളൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ പരമാവധി ഓരോ മഹല്ലടിസ്ഥാനത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ഖുതുബയിലും സൂചിപ്പിച്ച രൂപത്തിൽ ഓരോ സ്ഥലങ്ങളിലും സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ ഇവരെല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഒരൊറ്റ കുട്ടി പോലും 2025 വോട്ടർ പട്ടികയിലുള്ള ഒരാൾ പോലും അടുത്ത പുതുക്കി വരുന്ന ഡിസംബർ 9 ഇറങ്ങുന്ന ആ കരട് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കാതെ പോകരുത് എന്നത് നമുക്ക് ഒരു ദൃഢനിശ്ചയം എന്ന നിലക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓരോ ആഴ്ചയിലും ഒരു രണ്ടാമത്തെ ഖുതുബയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അത്രയും ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ പൗരത്വം പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ്. നമ്മുടെ അടുത്ത തലമുറകളൊന്നും ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞു പോകുന്ന വിധത്തിലുള്ള വിഷയമാണെന്ന ആ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുകയും ഓരോരുത്തരും വേണ്ട രൂപത്തിലുള്ള നടപടികൾ, അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ച് ആ സമയത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലികമായ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിക്കൊണ്ടും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായും ബോധത്തോടുകൂടി ജീവിക്കുന്നവരായി അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, വൈവാഹിക ജീവിതം നയിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും സ്നേഹവും കളിയാടുന്ന ഒരു ജീവിതം സമ്മാനിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ജീവിതാന്ത്യം വരെ ഈ ഒരു സ്നേഹത്തോടെയും സമാധാനത്തോടെയും പരസ്പരം പങ്കുവെച്ച് ലയിച്ചു ചേരുന്ന മാതൃകാ ദമ്പതികളായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവർക്കും നാഥ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം
നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.